ഒരു ദിവസം സ്പെയിനിലെ ബെർണാബ്യൂ സ്റ്റേഡിയത്തിലേക്കാണ് ലോകത്തിലെ എല്ലാ കാൽപന്ത് ആരാധകരും ഉറ്റുനോക്കുന്നത്. കാരണം ഏറ്റുമുട്ടുന്നത് രണ്ട് തുല്യശക്തികൾ തമ്മിലാണ്. അതെ, റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ. പോയിന്റ് ടേബിളിലെ 1ഉം 2ഉം സ്ഥാനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ റയലിന്റെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയം മുഴുവൻ ആരാധകരാൽ നിറഞ്ഞിരുന്നു. ഈ ഒരു മത്സരം രണ്ട് ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാൻ ആ ഒരു പോയിന്റ് ടേബിൾ മാത്രം നോക്കിയാൽ മതി. 75 പോയിന്റോടെ റയൽ ഒന്നാമതാണെങ്കിൽ 72 പോയിന്റുകളുമായി തൊട്ടു താഴെ തന്നെ ബാർസലോണയുമുണ്ട്. അന്ന് റയലിനെ പരിശീലിപ്പിക്കുന്നത് സിനദീൻ സിദാൻ എന്ന മാസ്റ്റർ ബ്രെയിനാണ്. റയലിൻ്റെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ റാമോസ് മുതൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം ഒരുപാട് മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ടീമായിരുന്നു റയൽ മാഡ്രിഡ്. അവരുടെ മുന്നേറ്റ നിരയിലായിരുന്നു എല്ലാ മാഡ്രിഡിസ്റ്റ് ആരാധകരും വിശ്വാസം അർപ്പിച്ചിരുന്നത്. BBC എന്ന മൂവർത്രയത്തെ ഇപ്പോഴും അങ്ങനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. മറുവശത്ത് കാറ്റലോണിയക്കാരുടെ പ്രതീക്ഷ മുഴുവൻ ആ 10ാം നമ്പറുകാരൻ്റെ കൈകളിലായിരുന്നു. ഇനിയസ്റ്റ മുതൽ മെസ്സിയും സുവാരസും അടക്കമുള്ള ഒരു മികച്ച സ്ക്വാഡുമായി തന്നെയാണ് ബാർസലോണയും പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ഒടുവിൽ എല്ലാത്തിനുമുപരി കാൽപന്ത് ലോകം കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ആ രണ്ട് വ്യക്തികളിലേക്കാണ്. 2 ഡീക്കേഡുകളായി ഫുട്ബോൾ എന്ന സുന്ദരമായ ഗെയിമിനെ തൻ്റെ കാൽക്കീഴിലാക്കിയ 2 പേർ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലിയണൽ മെസ്സി. അങ്ങനെ റയലിൻ്റെ കിക്കോടുകൂടി ആവേശകരമായ മത്സരത്തിന് തുടക്കം കുറിക്കുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റയലിൻ്റെ മുന്നേറ്റത്തെ ഉമിറ്റിറ്റി ഡിഫെൻഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് റൊണാൾഡോ അവിടെ പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നത് കാണാം. ഇവിടെ വീണ്ടും റൊണാൾഡോ തൻ്റെ മാജിക്കൽ ടച്ചിലൂടെ പിക്കിയെ മറികടന്ന് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്തെങ്കിലും യാതൊരു അപകടങ്ങളും സൃഷ്ടിക്കാതെ ഗോൾ കീപ്പർ ടെർ സ്റ്റെഗൻ കയ്യിലൊതുക്കുന്നു. മറുവശത്ത് ബാർസലോണയും ലോകമുറ്റുനോക്കുന്ന എൽ ക്ലാസിക്കോയെ ആവേശത്തിലാക്കുന്നു. പെനാൾട്ടി ബോക്സിൻ്റെ പുറത്തു നിന്നും സുവാരസ് തൊടുത്തുവിട്ട പന്ത് നിർഭാഗ്യവശാൽ പുറത്തേക്ക് തന്നെ പോകുന്ന കാഴ്ച. സാക്ഷാൽ മെസ്സിയെ പൂട്ടാൻ വേണ്ടി റയലിൻ്റെ നെടും തൂണായ കസിമിറോയ്ക്ക് ഫൗൾ ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് റഫറി മഞ്ഞക്കാർഡും പുറത്തെടുക്കുന്നു. വീണ്ടും ആ 30 വയസ്സുകാരനെ പിടിക്കാൻ കഴിയാതെ റയൽ താരങ്ങൾക്കൊന്നും ചെയ്യാൻ അവസരം കൊടുക്കാതെ മെസ്സി റാക്കറ്റിച്ചിലേക്ക് പന്ത് കൈമാറാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആ അപകടം ഒഴിവാക്കുന്നു. ഇവിടെ മെസ്സി റയൽ മാഡ്രിഡിനെ പരീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് BBC എന്ന ബെയിൽ ബെൻസിമ ക്രിസ്ത്യാനോ സഖ്യം ബാർസയ്ക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മെസ്സിയെ തടയാൻ വേണ്ടി റയൽ താരങ്ങൾ നിരന്തരമായി ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. മാർസലോയുടെ കൈ മെസ്സിയുടെ മുഖത്ത് തട്ടുന്നു. അതിനു മുന്നോടിയായി അവിടെ ചോര വരുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിനുശേഷം റൊണോയുടെ ഒരു ബുള്ളറ്റ് ഷോട്ടിനെ ടെർ സ്റ്റെഗൻ മനോഹരമായി സേവ് ചെയ്യുന്നു. പല പ്രാവശ്യവും മാഡ്രിഡിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ മാത്രം കഴിയുന്നില്ല. എന്നാൽ മത്സരം അതിൻ്റെ അങ്ങേയറ്റം വീറും വാശിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 28ാം മിനിറ്റിൽ കോർണറിൽ നിന്നും തട്ടിത്തെറിച്ച പന്ത് മാർസലോയുടെ കാലുകളിലേക്ക്. മാർസലോ പന്തിനെ ബ്യൂട്ടിഫുള്ളായി റാമോസിലേക്ക് വെച്ച് നീട്ടുന്നു. ഒരു നിമിഷം പിഴച്ചു പോയി എന്ന് കരുതിയവിടെ കസിമിറോ സിമ്പിളായി അവിടെ വലകൊലുക്കുന്നു. ബെർണാബ്യൂ സ്റ്റേഡിയം മാഡ്രിഡിസ്റ്റിയുടെ ഗാനം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. മത്സരം 30ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ റയൽ മാഡ്രിഡ് 1 ബാർസലോണ 0. പക്ഷേ ബെർണാബ്യൂവിലെ മാഡ്രിഡിസ്റ്റിയുടെ ഗാനം 5 മിനിറ്റിന് മാത്രമായിരുന്നു. 34ാം മിനിറ്റിൽ അവരുടെ അന്തകനായി ലിയണൽ മെസ്സി കടന്നു വരുന്നു. റോബർട്ടോയിൽ നിന്നും നേരെ പന്ത് മെസ്സിയിലേക്ക്. മെസ്സി തൻ്റെ ഇടം കാലുകൊണ്ട് നിഷ്പ്രയാസം ഗോൾ കീപ്പർ കെയ്ലർ നവാസിനെ മറികടന്ന് പന്ത് ഗോൾ വല ചുംബിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് സാന്റിയാഗോ ബെർണാബ്യൂ നിശബ്ദമാകുന്നു. ഇറ്റ്സ് 1-1. അന്ന് ലൈവായി കളി കണ്ട ഏതൊരാൾക്കും ഈ മത്സരത്തിൻ്റെ ഫീല് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ലൂക്ക മോഡ്രിച്ചിൻ്റെ ഒരു വെടിയുണ്ട അന്നത്തെ ബാഴ്സയുടെ വലകാക്കുന്ന മനുഷ്യനെ നമ്മൾ